ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കണ്ണൂർ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാസങ്ങളായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചില അധ്യാപകരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരമുണ്ട്. ഒരു ഹായ് പറയും എല്ലാവരും. ഞങ്ങളോടല്ല, നെറ്റ്വർക്ക് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഹായ് പറയാം. അപ്പോൾ നമ്മുടെ എ കുഞ്ഞിരാമൻ സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ചേരുകയാണ്. മാഷ് നമസ്കാരം. നമസ്കാരം. മാഷിൻ്റെ പേരെന്ന് പറയാം? പേര് സതീഷ് കുമാർ. സതീഷ് കുമാർ അല്ലേ? അപ്പോൾ എത്ര കാലമായി നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ? ഏകദേശം 1 മാസത്തിലേറെയായി നമ്മൾ ഈ കലോത്സവത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് വരികയാണ്. നവംബർ 19 ആരംഭിച്ച കലോത്സവം 4 ദിവസം പിന്നിട്ടു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെ ഏകദേശം അർദ്ധരാത്രിയോടു കൂടിയാണ് ഇതിന് പരിസമാപ്തി കുറിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാ കുട്ടികളും ഇതുമായിട്ട് സജീവമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് നിങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്? ഈ ആശയം, ഈ ഡ്രസ് കോഡ്, ഈ ആശയം ഇത് മുന്നോട്ടേക്ക് വെച്ചത് എല്ലാവരും കൂടെ ആലോചിച്ച് നമ്മളൊരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി, മൊത്തത്തിലൊരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി, നമ്മളൊരു സ്റ്റാഫ് മീറ്റിംഗ്, ഒരു കമ്പൈൻഡ് സ്റ്റാഫ് മീറ്റിംഗ് കൂടി. ആ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഉരുത്തിരിഞ്ഞ തീരുമാനമാണ് ഇങ്ങനെ ഒരു യൂണിഫോം ധരിക്കുക എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ അധ്വാനത്തെ നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ മത്സരങ്ങൾ നീണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ പരിഭവങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ വളരെ ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലേ ടീച്ചറെ? പേരെന്ന് പറയുമോ? ശ്രീലത കെ. ശ്രീലത അല്ല, ഇവിടുത്തെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. എന്താണ് പറയാനുള്ളത്? കലോത്സവം എന്നാണോ കലോത്സവം ഞങ്ങളുടെ സ്കൂളിലാണ് എന്നറിഞ്ഞത് അന്ന് തൊട്ട് ഞങ്ങൾ ഈ കലോത്സവത്തെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, സ്കൂളെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനം അല്ലേ, അതൊരു പ്രധാന ഘടകമാണ്. എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കലോത്സവം അറിഞ്ഞ കാലം തൊട്ട് തന്നെ ഞങ്ങൾ സ്കൂളിലെ 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും പഠന സമയം 2 മണിക്കൂർ അധികമാക്കി. അതായത് രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 9 മണി തൊട്ട് ക്ലാസ് ആരംഭിച്ചു. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും 5 മണി വരെ ക്ലാസ് എടുത്തു. ബാക്കി എല്ലാ ക്ലാസ്സുകളും 9 to 4 എടുത്തു. അതുപോലെ NMMS, USS തുടങ്ങിയ കോച്ചിങ് ക്ലാസ്സുകളും ഇതുപോലെ വളരെ തുടക്കം മുതൽ തന്നെ ഊർജ്ജസ്വലമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്തായാലും പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ സ്കൂളും അല്ലേ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്, നല്ല നിലയിൽ തന്നെ മുന്നേറുന്നുണ്ട്. അതുപോലെ VHSCയുടെ പ്രിൻസിപ്പൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. സുധ അല്ലേ? ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ആദ്യം വന്ന 7 വർഷം മുമ്പ് അന്നേരമായിരുന്നു ഇവിടെ ആദ്യത്തെ കലോത്സവം നടന്നത്. അന്ന് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രിൻസിപ്പൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ പ്രിൻസിപ്പളായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കാണുന്നതിന് സന്തോഷം, പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് ഒരുപാട് കഴിവ് തെളിയിക്കുന്ന അധ്യാപകർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ? പാട്ടൊക്കെ പാടുന്ന അധ്യാപകർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തയ്യാറായി വരുന്ന ടീച്ചർ അല്ലെങ്കിൽ മാഷ് ആരാണ്? ഒന്ന് പറഞ്ഞോളൂ പെട്ടെന്ന്. പാടിക്കോളൂ. ആരാണ് പാട്ട് പാടാൻ വേണ്ടി പോകുന്നത്? പെട്ടെന്ന് പറയണ, കാരണം നമുക്ക് വേദികളിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി ഒന്നിച്ച് പാടാം കേട്ടോ. അപ്പം ഞാൻ തുടങ്ങാം കേട്ടോ. ആദ്യം ഓ കാതുകുത്താൻ എപ്പ വരും എൻ്റെ ആങ്ങളമാര് പൊന്ന്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പയ്യന്നൂരിലെ സ്കൂൾ കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും ഒരു പ്രത്യേക വൈബാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ സ്കൂൾ കലോത്സവം ഒരുപക്ഷെ പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതപ്പെട്ടതാകും. ഒരുപക്ഷെ പയ്യന്നൂരിന് ഒരു ചരിത്രം കൂടി എഴുതി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ഇവിടെ നിന്ന് പയ്യന്നൂരിൽ നിന്ന് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.